കോതമംഗലം കൊലപാതകത്തിൽ വെടിയുതിർത്തത് 7.62 mm പിസ്റ്റളിൽ നിന്ന് 7 റൗണ്ട് വരെ വെടിയുതിർക്കാമെന്നാണ് നിഗമനം. മുറിയിൽ നിന്ന് വെടിയുണ്ടകളും കണ്ടെടുത്തു. ലാൽകൃഷ്ണ ചേരുന്ന വിവരങ്ങളുമായി. ലാൽ, ബാലിസ്റ്റിക് വിദഗ്ധരൊക്കെ പരിശോധന നടത്തിയോ? അതിനുശേഷമുള്ള വിശദീകരണമാണോ ഇപ്പോൾ ലഭിക്കുന്നത്? ഇത് ഫോറൻസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായ വിവരമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ തോക്ക് വിദഗ്ധർ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. നിലവിൽ കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇത് 7.62 mm പിസ്റ്റലാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. പരമാവധി 7 റൗണ്ട് വരെ വെടി ഉതിർക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല എന്നൊരു നിർദ്ദേശം കൂടി അവർ പറയുന്നുണ്ട്. ഈ തോക്ക് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഇതിനകത്ത് കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടത്. പ്രത്യേകിച്ച് ഈ കോതമംഗലം കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അവസാനം വരെ ഇത് മാധ്യമപ്രവർത്തകരാണെങ്കിലും പോലീസ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തോക്ക് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇതൊരു എയർ പിസ്റ്റൾ എയർഗൺ ആണ് എന്നുള്ള ചിന്താഗതിയിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ പിന്നീട് പോലീസ് ഇത് എയർഗൺ അല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഏത് തോക്കാണ് എന്ന കാര്യം അവർ പുറത്തുവിടുന്നുണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇതൊരു 7.62 mm പിസ്റ്റലാണ് എന്ന കാര്യത്തിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇത് എവിടെ നിന്ന് കിട്ടി, ഇയാളുടെ കൈവശം എങ്ങനെ വന്നു, രാഗിങ് ഇത് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയതാണോ അതോ മോഷ്ടിച്ചതാണോ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. പോലീസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയവും ഈ പിസ്റ്റൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. മാത്രമല്ല കൊലപാതകത്തിന് ശേഷം പ്രതി അടക്കമുള്ള ആളുകൾ വിവരങ്ങൾ നൽകിയത് പിസ്റ്റൽ ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ കണ്ടെത്തൽ.